എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇൻസ്പയർ ടെക്നിക്കൽ PSC സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസിന്റെ രണ്ടാമത്തെ സെക്ഷൻ ആണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും വിസ്കോസിറ്റി, കാപ്പിലാരിറ്റി, സർഫേസ് ടെൻഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യും. നമുക്ക് അത്രയാണ് സാധാരണഗതിയിൽ കേരള PSC എക്സാമിനേഷന് പ്രത്യേകിച്ച് MBA പോലുള്ള പരീക്ഷയ്ക്കൊക്കെ സാധാരണ നമുക്ക് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നോരോന്നെ നോക്കാം. നമുക്ക് വിസ്കോസിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കുറച്ച് കൺസെപ്റ്റ് ഓറിയന്റഡ് കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് എന്തിൽ പഠിക്കാനുണ്ട്, വിസ്കോസിറ്റി എന്ന് പറയുന്ന ടേം പഠിക്കുമ്പോൾ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് വിസ്കോസിറ്റി? നമ്മൾ ഫണ്ടമെന്റലി അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് വിസ്കോസിറ്റി എന്നതാണ് അല്ലെ. വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് ആണ് അല്ലെ. ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഫ്ലൂയിഡ് കൺസിഡർ ചെയ്യുന്നു. ഈ ഫ്ലൂയിഡ് ലെയർ ബൈ ലെയർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അസ്യൂം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ വൺ ലെയർ ഓഫ് ഫ്ലൂയിഡ് ടു ദ അഡ്ജസന്റ് ലെയർ ഈസ് നോൺ ആസ് വിസ്കോസിറ്റി. ക്ലിയർ? അതായത് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സ് അവൈലബിൾ ആണ്. അപ്പൊ ഇതിങ്ങനെ ഒഴുകുന്നു. ഈ ഫ്ലോയിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവുന്നതിനെയാണ് ബേസിക്കലി ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ എന്തായിട്ട് പഠിച്ചത്, വിസ്കോസിറ്റി ആയിട്ട് പഠിച്ചത്. ഓക്കെ, പക്ഷെ നമ്മൾ കുറച്ചും കൂടെ കാര്യമായിട്ട് ഡെപ്തിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു റെഫറൻസ് ലൈൻ കൺസിഡർ ചെയ്യുന്നു. ഇതിന്റെ മുകളിൽ ഈ ഫ്ലൂയിഡിന് ഒരുപാട് ലെയേഴ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ഓരോ ലെയറും ഈ ലെയറിനെ എന്ത് ചെയ്യുന്നുണ്ട്, റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ലെയറിനെ എന്ത് ചെയ്യുന്നുണ്ട്, റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ? ഈ ലെയർ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഈ ലെയറിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത്, ഇപ്പൊ സപ്പോസ് V ആണെങ്കിൽ ഇവിടെ എന്ന് പറയുന്നത് ഒരു V മൈനസ് സംതിങ് ആയിരിക്കും. ഓക്കെ, ഒരു V മൈനസ് ഒരു du ആയിരിക്കും. ഇതിന് താഴെയുള്ള വെലോസിറ്റി ആയിരിക്കും ഇവിടെ ഉണ്ടാവുക, ഇതിന് താഴെയുള്ള വെലോസിറ്റി ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇവിടേക്ക് വരുമ്പോൾ എന്തുണ്ടാവും, ഇവിടെ സീറോ വെലോസിറ്റിയിൽ എത്തും. ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. അതായത് ഈ പൈപ്പുമായിട്ട് എങ്ങനെ അഡ്ജസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത് വെലോസിറ്റി എത്രയാണെന്നുള്ളത് സീറോ ആണ്. അപ്പൊ മാക്സിമം വെലോസിറ്റി എവിടെ ആയിരിക്കും ഉണ്ടാവുക, മാക്സിമം വെലോസിറ്റി അറ്റ് സെന്റർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ? ഒരു ഫ്ലൂയിഡിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത്, വിസ്കോസിറ്റിയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് വിസ്കോസിറ്റിയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, വിസ്കോസിറ്റി ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ഫ്ലൂയിഡ് ബൈ വെർച്യൂ ഓഫ് which offers a resistance to the relative motion between its adjacent layers. Clear? Between its adjacent layer. അത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്. ഓക്കെ, ഈ ലെയർ ബൈ ലെയർ. മറ്റേ നമുക്ക് ഓപ്പോസിറ്റ് ദ ഫ്ലോ എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാം. പക്ഷെ നമ്മളൊരു എഞ്ചിനീയറിംഗ് എക്സാമിന് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ആധികാരികമായിട്ട് എന്ത് ചെയ്യണം, കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ ഞാനിത് നമ്മളൊന്ന് ഞാൻ ഇതിനെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ ഇവിടെയുള്ള ഒരു പർട്ടിക്കുലർ പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഈ പർട്ടിക്കുലർ പോയിന്റിന്റെ വെലോസിറ്റി, നമ്മൾ ഇങ്ങോട്ടേക്ക് ഒരു ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്തു അല്ലെങ്കിൽ ഫോഴ്സ് കൊടുത്തു. ഈ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ സംഭവം എങ്ങോട്ടേക്ക് പോകും, ഇങ്ങോട്ടേക്ക് പോകും വിത്തിൻ എ ടൈം dt അല്ലെ. ഒരു പർട്ടിക്കുലർ ടൈമിൽ ഈ സാധനം ഇവിടേക്ക് എത്തും. ഇതിന്റെ താഴെയുള്ളത് അത്ര എത്തൂല, കുറച്ച് ഇപ്പുറം എത്തും. ഇതിന്റെ താഴെയുള്ളത് കുറച്ച് ഇപ്പുറം എത്തും, ഇതിന്റെ താഴെയുള്ള കുറച്ച് ഇപ്പുറം എത്തും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ നമുക്ക് ഇങ്ങനെ ഒരു ഡയഗ്രാം ആയിട്ട് കാണിക്കാം. ഓക്കെ, ക്ലിയർ? അതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇവിടത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് V, ഇവിടെ U, ഇവിടെ ഒരു ചെറിയ, അതായത് നമ്മൾ ഒരു അനാലിസിസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ dy, du, dt എന്നൊക്കെ എടുക്കുന്നത്. ഓക്കെ, അത് എന്തിനാ അങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു സെഗ്മെന്റിനെ പഠിച്ചിട്ട് നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു വലിയ സെഗ്മെന്റിലേക്ക് എത്തുക. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു അനാലിസിസ് ഈസിനെസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് എടുക്കുന്നതെന്ന് ഓർത്തിരിക്കുക. വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഇപ്പൊ ഇവിടെ u, ഇവിടെ ഒരു dy അല്ലെങ്കിൽ ഇവിടെ നമുക്ക് du എന്ന് എടുക്കാം. ഓക്കെ, ഇവിടെ v എന്ന് പറയുന്ന ഒരു വെലോസിറ്റി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ എന്താണ്, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. നമുക്ക് എല്ലാവർക്കും ബേസിക് ആയിട്ട് അറിയുന്ന ഒരു ഇക്വേഷൻ ആണ്. ഞാൻ എന്തിനാ ഈ ഡെറിവേഷൻ നോക്കുന്നതെന്ന് അറിയോ? ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് കയറി വരാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ വലിയ ഡെറിവേഷൻസ് ആണെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം, ഒരുപാട് സമയം നമ്മൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യില്ല. പക്ഷെ ദിസ് ഡെറിവേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. നമുക്ക് അപ്പോൾ ഈ ചെറിയൊരു പോർഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? ഇപ്പൊ ഇവിടെ
ഈ ഒരു പോർഷൻ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. ഈ ഒരു പോർഷൻ മാത്രം കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസിനെ യു ഇൻറ്റു ഡി ടി എന്ന് എഴുതിക്കൂടെ? ഇവിടുത്തെ വെലോസിറ്റി യു ആണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടുത്തെ വെലോസിറ്റി യു പ്ലസ് ഡി യു ആണ്. കുറച്ച് വെലോസിറ്റി കൂടുതലായിരിക്കുമല്ലോ. ഈ ഒരു സെഗ്മെന്റ് മാത്രമേ ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് യു ഇൻറ്റു ഡി ടി ആയിരിക്കില്ലേ? ഇവിടെ ഡി ടി, ഇവിടെ യു. അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ യു ഇൻറ്റു ഡി ടി. വലിയ ഡിഫിക്കൽട്ടി ഒന്നുമില്ല. യു ഇൻറ്റു ഡി ടി ആയിട്ട് എഴുതുന്നു. ഓക്കെ, ഇനി ഇതിന്റെ മുകളിലുള്ള വെലോസിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്തായിട്ട് എഴുതാം? യു പ്ലസ് ഡി യു ഇൻറ്റു ഡി ടി എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ? ജസ്റ്റ് ഡിസ്റ്റൻസ് ബൈ ടൈം, വേറെ വലിയ ഡിഫിക്കൽട്ടി ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഇവിടെയുള്ള ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യാം. ഇത് ഞാൻ ഇവിടെ ഇങ്ങനെ വരച്ചു. ഓക്കെ, ഇതാണ് നമ്മുടെ തീറ്റ. ഓക്കെ, ഈ ഒരു ആംഗിൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റേറ്റ് ഓഫ് ഷിയർ ഇങ്ങനെ പറഞ്ഞാണ്. അപ്പോൾ ഇവിടെ ഈ തീറ്റ ആണ് ഇവിടെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് യു പ്ലസ് ഈ ഒരു സംഭവം നമ്മൾ എടുത്ത കേട്ടോ. ഈ ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് യു പ്ലസ് ഡി യു ഇൻറ്റു ഡി ടി, ഇവിടെ യു ഇൻറ്റു ഡി ടി. അപ്പോൾ ഇത്രയും ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അത്രയും ഡിസ്റ്റൻസ് എന്തായിരിക്കും? ജസ്റ്റ് ഡി യു ഡി ടി അല്ലേ? ജസ്റ്റ് ഡി യു ഇൻറ്റു ഡി ടി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ ടാൻ ഡി തീറ്റ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് എഴുതാം? ഡി യു ഡി ടി ബൈ ഡി വൈ എന്ന് എഴുതാം അല്ലേ? ടാൻ ഡി തീറ്റ എഴുതി കഴിഞ്ഞാൽ ഡി യു ഡി തീറ്റ ബൈ എന്തെന്ന് എഴുതാം? ഡി ടി എന്ന് എഴുതാം. എഴുതാമല്ലോ? ഡി യു എഴുതിക്കൂടെ? സോറി, ഡി വൈ. ഈ ഡിസ്റ്റൻസ് ഡി വൈ എഴുതിയിട്ട്, അപ്പോൾ ഇത് ഈ ഡിസ്റ്റൻസ് ഡി വൈ, ഡി യു ഡി ടി ഡി വൈ ബൈ ഡി വൈ എന്ന് എഴുതാം. ക്ലിയർ? ഇപ്പൊ ഈ ടാൻ ഡി തീറ്റ എന്ന് പറയുന്നത് ചെറിയ ആംഗിൾ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറ്? ഈ ടാൻ സാധാരണ കൺസിഡർ ചെയ്യാറ്. നിങ്ങൾ എന്ത് ഇക്വേഷൻ, ഏത് ഡെറിവേഷൻ നിങ്ങൾ എടുത്തു നോക്കിക്കോ, ടാൻ ഡി തീറ്റ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ടാൻ ഒഴിവാക്കും. കാരണം അത് ചെറിയ വാല്യൂ ആയതുകൊണ്ട് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? ഡി തീറ്റ ഈസ് ഈക്വൽ ടു ഡി യു ഇൻറ്റു ഡി ടി ബൈ ഡി വൈ എന്ന് വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെഴുതാം? d theta by dt is equal to d theta by dt is equal to എന്തെഴുതാം? du by dy. എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചോ കേട്ടോ, എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. കാരണം നിങ്ങൾ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിന്റെ ഡെഫിനിഷനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഷിയർ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ അല്ലെങ്കിൽ ആംഗുലാർ ഡിഫോർമേഷൻ എന്നാണ് പഠിക്കുക. ആംഗുലാർ ഡിഫോർമേഷൻ എഴുതിയിട്ട് അപ്പൊ ഷിയർ സ്ട്രെസ് നമ്മൾ ഇങ്ങനെ എഴുതും, എന്നിട്ട് നേരെ കൊണ്ടുപോയിട്ട് എഴുതും പ്രൊപ്പോർഷണൽ ടു ഡി യു ബൈ ഡി വൈ എന്ന് കയറി എഴുതും. അപ്പൊ ഈ ഡി യു ബൈ ഡി വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഗ്രേഡിയന്റ് ആണ്. ഈ വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? റേറ്റ് ഓഫ് സ്ട്രെയിന് ഈക്വൽ ആണ്. ക്ലിയർ? സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. കാരണം നമുക്ക് നമ്മുടെ സിലബസിൽ കൃത്യമായി പറയുന്നുണ്ട് എന്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നുള്ളൂ. നമ്മൾ ഈ കൊടുക്കുന്ന ഷിയർ സ്ട്രെസ് ആംഗുലാർ സ്ട്രെയിന് എന്താണ്? പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പൊ ഈ ആംഗുലാർ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഈക്വൽ ടു വെലോസിറ്റി ഗ്രേഡിയന്റ് ആണ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ഇക്വേഷൻ ആയിട്ട് എഴുതുന്നത്? ടോ പ്രൊപ്പോർഷണൽ ടു ഡി യു ബൈ ഡി വൈ എന്ന് എഴുതുന്നത്. ഇതാണ് നമ്മുടെ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. Is it clear? ഓക്കെ ആണെങ്കിൽ യു ക്യാൻ റൈസ് യുവർ ഹാൻഡ്. കാരണം സാധാരണഗതിയിൽ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഓപ്ഷൻസിൽ ചിലപ്പോൾ ഡി തീറ്റ ബൈ ഡി ടി ആയിരിക്കും, ചിലപ്പോൾ ഡി യു ബൈ ഡി വി ആയിരിക്കും. ഡി യു ബൈ ഡി വി മാത്രമേ നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈ ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ നമ്മൾ മറന്നു പോകും. നമുക്ക് അവിടെ എക്സാമിന് നേരെ കയറി മൈനസിലേക്ക് പോകും. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ റൈസ് എ ഹാൻഡ് ഓപ്ഷൻ തരാം, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, ഇത് മാത്രമാണ് കുറച്ച് സമയം എടുക്കുള്ളൂ. ഇനി നമുക്ക് പെട്ടെന്ന് ഷട്ടപ്പെട്ട് അങ്ങോട്ട് പോവാട്ടോ.
ഓക്കെ, കാരണം കുറഞ്ഞ ഈ ചെറിയ സാധനം വെച്ചിട്ട് എന്തിനാണ് ഇത്ര സമയം എന്ന് ചിന്തിക്കരുത്. കാരണം നമുക്ക് തുടക്കം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വളരെ കൃത്യമായ കൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ മുമ്പോട്ട് പോവുക. വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് ഓഫേർഡ് ബൈ ഫ്ലൂയിഡ് ടു ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ഇറ്റ്സ് ലെയേഴ്സ്. കൃത്യമായി തന്നെ മനസ്സിലാക്കി വെക്കുക, ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. du/dy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെലോസിറ്റി ഗ്രേഡിയന്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു dθ/dt. വെരി 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 ഇമ്പോർട്ടന്റ്. ഓക്കെ, അതെന്താണ്? ടോ പ്രൊപ്പോർഷണൽ ടു du/dy. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും ഒരു പ്രൊപ്പോർഷണാലിറ്റി ഉണ്ടെങ്കിൽ വി നീഡ് എ കോൺസ്റ്റന്റ് അല്ലെ, നമുക്ക് അതിനെ ഓവർകം ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു പ്രൊപ്പോർഷണൽ കോൺസ്റ്റന്റ് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഒരു പ്രൊപ്പോർഷണൽ കോൺസ്റ്റന്റ് ആഡ് ചെയ്യുന്നു. ആ പ്രൊപ്പോർഷണൽ കോൺസ്റ്റന്റ് ആണ് നമ്മുടെ വിസ്കോസിറ്റി മ്യൂ. ഓക്കെ, ക്ലിയർ? അതും കൂടെ എഴുതി വെച്ചേക്കാം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു du/dy. du/dy. ഓക്കെ, അപ്പൊ മ്യൂ ഇസ് ഈക്വൽ ടു നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ്. മ്യൂ ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ടോ ബൈ du/dy. ഓക്കെ, ഓർ dθ/dt. ഇനി നിങ്ങളെ ഇതൊന്ന് നോക്കിയേ, ഇതിങ്ങനെ നോക്കുക. ഇത് ഇവിടം വരെ പോയുള്ളൂ. നമ്മളൊരു ഫോഴ്സ് കൊടുത്തു. ഇത് ആംഗിൾ എത്ര? dθ/dt കുറവാണെന്ന് വിചാരിക്കാം. dθ/dt കുറവാണ് എന്ന് വിചാരിക്കാം. പിന്നെ ഇങ്ങോട്ട് പോയി. ഓക്കെ, ഒരു പർട്ടിക്കുലർ ടൈം dt-യിൽ ഇവിടെയുള്ള dθ എന്ന് പറയുന്നത് വളരെ കുറവാണെങ്കിൽ, അത് ഇതാണ് ഡിനോമിനേറ്റർ അല്ലേ, ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കൂടും? ഇത് കൂടും. അതായത് ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇത്രയേ പോകുന്നുള്ളൂ, മീൻസ് റെസിസ്റ്റൻസ് കൂടുതലാണല്ലേ. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഓർത്ത് നോക്കിയേ, വെലോസിറ്റി ഗ്രേഡിയന്റിന് കുറവ് വന്നു കഴിഞ്ഞാൽ the mu will increase. എന്താ അതിന്റെ മീൻസ്? വെലോസിറ്റി ഗ്രേഡിയന്റ് കൂടുന്നതിനെക്കാട്ടും മീൻ ചെയ്യുന്നത് ഈ dθ/dt ഇങ്ങോട്ടേക്ക് പോകുന്നില്ല. വിത്ത് റെസ്പെക്ട് ടു ടൈം ഇത്രയും മൂവ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ? dθ/dt അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ആംഗുലർ ഡിഫോർമേഷൻ എന്താണ്? അവിടെ കുറവാണ്. ആംഗുലർ ഡിഫോർമേഷൻ കുറവാണെന്ന് കഴിഞ്ഞാൽ ഹയർ ദ മ്യൂ. വളരെ 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 കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കൺസെപ്റ്റ്. ദെൻ നമ്മൾ പഠിക്കുകയാണ് എന്താണ് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. മ്യൂ ആണ് എന്ത് വിസ്കോസിറ്റി എന്ന് മനസ്സിലായി. dθ/dt ലാർജ് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഈസ് ഈസി. dθ/dt കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോ ഈസ് ഈസി. dθ/dt ഈസ് ലെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓഫേർഡ് മോർ റെസിസ്റ്റൻസ്, ഇറ്റ്സ് വെരി വിസ്കോസ്. ഓക്കെ, അതിന് നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. ഓക്കെ, അപ്പോൾ ഈ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി പറയുന്നത് ടോ പ്രൊപ്പോർഷൻ ടു du/dy എന്നാണല്ലോ. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു ആക്സിസ് വരച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതൊക്കെ എന്തായിരിക്കും? ലീനിയർ ആയിരിക്കില്ലേ? ഇപ്പൊ μ1, ഇപ്പൊ നമ്മൾ വാട്ടർ എടുത്തു, ഹണി എടുത്തു, ഓക്കെ, അനദർ ലിക്വിഡ് എടുത്തു, ഒരു ഓയിൽ എടുത്തു. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ സ്ട്രെയിറ്റ് ലൈൻസ് കാണിക്കും അല്ലെ. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു. μ1 μ2 μ3 എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻസ് മാത്രമേ കാണിക്കുള്ളൂ. അപ്പൊ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോ പ്രൊപ്പോർഷൻ ടു dθ/dt ആയിരിക്കും. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ പോവാണ്. ഇഫ് യു സപ്പോസ് ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഫോർ ദിസ് പർട്ടിക്കുലർ ലിക്വിഡ്, വാട്ട് വിൽ ഹാപ്പൻ? ഓക്കെ, ഇപ്പൊ ഫ്ലൂയിഡിന്റെ കേസ് നമ്മൾ എടുക്കുകയാണ്. ഈ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കണ്ടിന്യൂം അപ്രോച്ച് ആണ്. ഇതെല്ലാം ഇതിന്റെ ആറ്റംസ് മോളിക്യൂൾസ് എല്ലാം അടുത്തടുത്ത് നിൽക്കുകയാണ്. ഇറ്റ്സ് വെരി വെരി നിയർ. ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുമ്പോൾ ഇതിന്റെ കൊഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അല്ലെ. കൊഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് തമ്മിലുള്ള അട്രാക്ഷൻ വളരെ വളരെ കൂടുതലാണ്. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? കൊഹസീവ് ഫോഴ്സ് കുറയും. ക്ലിയർ ആണല്ലോ? ലിക്വിഡിന്റെ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ കോസീവ് ഫോഴ്സ് കുറയും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ CF കുറയും. CF കുറഞ്ഞു കഴിഞ്ഞാൽ മ്യൂ വിൽ ഡിക്രീസ്, വിസ്കോസിറ്റി കുറയും. ഓർത്തിരുന്നോളാം, ഫോർ എ ലിക്വിഡ് നോട്ട് ഫോർ എ ഫ്ലൂയിഡ്, ഫോർ എ ലിക്വിഡ് when we increase the temperature mu will decrease. ഓക്കെ, ഇനി നമ്മൾ എന്തിന്റെ കാര്യം എടുക്കുകയാണ്? ഗ്യാസിന്റെ കാര്യം എടുക്കുകയാണ്. ഇവിടുത്തെ CF കൊഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്
നെഗ്ലിജിബിൾ ആണ്. ഇറ്റ്സ് നെഗ്ലിജിബിൾ. ഓക്കെ, വെൻ വി ഇൻക്രീസ് ടെമ്പറേച്ചർ എന്തായിരിക്കും സംഭവിക്കുക? ഈ മോളിക്കുലർ അട്രാക്ഷൻ അല്ലെങ്കിൽ മോളിക്കുലർ ഡിസ്റ്റർബൻസ് വളരെ അജിറ്റേഷൻ വളരെ കൂടുതലാവും. ഇങ്ങനെ കൂടുതലായ സമയത്ത് നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് എം ബി സ്ക്വയർ ആണ് അല്ലെ. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അത്ര ഈ ഇക്വേഷന്റെ ആവശ്യമില്ല, ഹാഫ് എം ബി സ്ക്വയർ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ഈ പറയുന്ന ഈ അട്രാക്ഷൻ എന്ന് പറയുന്നത് 3/2 kT ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറയുന്ന ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി ഈ MA അല്ലെങ്കിൽ ഈ മോളിക്കുലർ അട്രാക്ഷൻ വളരെ വളരെ ഇൻക്രീസ് ചെയ്യുന്നു. ആ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇത് തമ്മിൽ എന്ത് ചെയ്യും? പാക്ക് ചെയ്യും. അതായത് കോഹസീവ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും. കോഹസീവ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതായത് നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ലിക്വിഡിന്റെ കേസിൽ കോഹസീവ് ഫോഴ്സ് കുറയും, അതുകൊണ്ട് തന്നെ വിസ്കോസിറ്റി കുറയും. ഓക്കെ, ഇനി ഇൻ കേസ് ഓഫ് ഗ്യാസിന്റെ കേസിൽ കോഹസീവ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും. കോഹസീവ് ഫോഴ്സിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് എന്ത് ചെയ്യുക? മ്യൂ കൂടുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായിരിക്കും? മ്യൂ വിൽ ഇൻക്രീസ്. അപ്പൊ ഗ്യാസിന്റെയും ലിക്വിഡിന്റെയും ടെമ്പറേച്ചർ വേരിയേഷൻ അനുസരിച്ചുള്ള നമ്മുടെ വിസ്കോസിറ്റി ചേഞ്ച് രണ്ട് രീതിയിലായിരിക്കും ഉണ്ടാവുക. നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നോട്ടഡ് ആണല്ലോ അല്ലെ? നോട്ടഡ് അല്ലേ? നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? അതായത് ഇത് സ്ഥിരം PSC എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. JEE എക്സാമുകൾക്ക് ഫ്രീക്വന്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വിസ്കോസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു? ഇൻ ദ കേസ് ഓഫ് ലിക്വിഡ് ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഗ്യാസ്, രണ്ടും എന്താണ്? ഫ്ലൂയിഡ് ആണ്. ഓക്കെ, അപ്പൊ ബോത്ത് ദ എബോവ് ഒക്കെ എന്തായിട്ട് വരാറുണ്ട്? ഓപ്ഷൻസ് ആയിട്ട് വരാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണ് എന്ന് തന്നെ കരുതുന്നു. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി കൂടെ നോക്കാം. യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ കേട്ടോ. വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ. നമുക്കറിയാം ടോ ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു du/dy ആണെന്നറിയാം. അപ്പൊ ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി കയറി വരണം. അപ്പൊ ടോ എന്ന് പറയുന്ന സ്ട്രെസ് ആണ്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു du അല്ലെ. du എന്ന് പറയുന്നതാണ് മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലെ. അപ്പൊ ഞാനിത് രണ്ടായിട്ട് എഴുതാം. du ഇൻറ്റു 1/dv എന്ന് എഴുതാം. അപ്പൊ മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു 1/dv എന്ന് പറഞ്ഞാൽ എന്താണ്? 1/dy എന്ന ഡിസ്റ്റൻസ് ആണ്. സോ 1/മീറ്റർ. മീറ്റർ വെട്ടിക്കളയാം അല്ലെ. മീറ്റർ വെട്ടിക്കളയാം. സോ മ്യൂ ഇസ് ഈക്വൽ ടു ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ നമുക്കൊരു പാസ്കൽ എന്ന് എഴുതാം. അപ്പൊ പാസ്കൽ സെക്കൻഡ് എന്നോ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്നോ നമുക്ക് ഇതിന്റെ യൂണിറ്റ് എഴുതാവുന്നതാണ്. എനി ഡൗട്ട്സ്? സ്ഥിരം ക്വസ്റ്റ്യൻ ആണോ? ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ക്ലിയർ ആണല്ലോ? ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് തെറ്റിപ്പോവോ? ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ സെക്കൻഡോ ഓപ്ഷൻ ആയിട്ട് കയറി വരാം. രണ്ടും നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇനി നമുക്കറിയാം ഈ സംഭവത്തിന് തന്നെ നമുക്ക് ഈ പറയുന്ന CGS യൂണിറ്റിലും കൂടെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. എനിവിടെ ആർക്കെങ്കിലും CGS യൂണിറ്റിൽ ഇതിന്റെ യൂണിറ്റ് ഒന്ന് പറയാമോ? ആരുടെയെങ്കിലും ഒരു മെമ്മറിയിൽ നിന്ന് കണക്ട് ചെയ്ത് CGS യൂണിറ്റിൽ വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? പോയിസ് ആണ്. ഓക്കെ, വെരി ഗുഡ് പോയിസ് ആണ്. ഓക്കെ, അപ്പോ പോയിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. പോയിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇപ്പോ ഈ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ഇല്ലേ? ഓക്കെ, അതിന് നമുക്ക് എന്തിലേക്ക് മാറ്റാം? അപ്പൊ ഈ ന്യൂട്ടനെ നമുക്ക് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എഴുതാം F=ma ഇക്വേഷനിൽ. മറ്റേത് ജസ്റ്റ് നമുക്ക് സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്ന് എഴുതാം ആക്സലറേഷൻ. ആ രീതിയിൽ മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു ബേസിക് യൂണിറ്റ് ആയിട്ട് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. കിലോഗ്രാം മീറ്റർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, ഇത് എന്താണെന്ന് വെച്ചാൽ ഈ ന്യൂട്ടനെ മൊത്തത്തിൽ മാറ്റിയിട്ടാണ് ഇതിലേക്ക് എത്തുന്നത്. ഡെറിവേഷൻ ആവശ്യമില്ല. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് മീറ്റർ സെക്കൻഡ് എന്ന് വരും. ഇനി നമ്മൾ CGS ലേക്ക് മാറ്റുകയാണെങ്കിൽ ഇത് എന്തായിട്ട് മാറും? ഗ്രാം സെന്റിമീറ്റർ സെക്കൻഡിലേക്ക് മാറും. CGS അങ്ങനെയാണല്ലോ, ഗ്രാം ആയിരിക്കണം, സെന്റിമീറ്റർ ആയിരിക്കണം. ഓക്കെ, ഇതാണ് 1 പോയിസ്. ദിസ് ഈസ് 1 പോയിസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നോക്കി. അപ്പൊ ഒരു 1 പാസ്കൽ സെക്കൻഡ് അല്ലെങ്കിൽ ഇതിനെയാണ് ഇങ്ങോട്ടേക്ക് മാറ്റിയെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ 1 പാസ്കൽ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 10 പോയിസ് ആയിരിക്കും. കാരണം ഗ്രാം കിലോഗ്രാം 1000 ആണ്. 1000 ഗ്രാം ആണ് ഒരു കിലോഗ്രാം. ഓക്കെ, നെക്സ്റ്റ് സെന്റിമീറ്റർ മീറ്റർ എത്രയായിരിക്കും? 100 ആണ്. ഓക്കെ, എന്തായി? വെട്ടിപ്പോയി. ക്ലിയർ? അപ്പോൾ 10 ഗ്രാം പെർ സെക്കൻഡ് ആണ്. അതാണ് 1
Pascal second is equal to 10 poise. Is it clear? Clear? Okay. അപ്പോൾ ഈ രണ്ട് കാര്യം കറക്റ്റായിട്ട് എഴുതി വെച്ചോ. 1 പാസ്കൽ സെക്കൻഡ് ഈസ് ഈക്വൽ ടു 10 പോയിസ്. എനിക്ക് വേണമെങ്കിൽ 10 പോയിസ് മാത്രം കാണാതെ പഠിക്കാൻ പറയാം. അതല്ല, അതിന്റെ റൂട്ട് എന്ന് പറയുന്നത് 1 പാസ്കൽ സെക്കൻഡ് ഈസ് ഈക്വൽ ടു 10 പോയിസ്. 10 പോയിസ്. ഒരു പോയിസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ മെമ്മറിയിൽ കറക്റ്റ് ആയിട്ട് വേണം. ഗ്രാം ബാർ സെന്റിമീറ്റർ ഡോട്ട് സെക്കൻഡ് ഏതാണ് സിസ്റ്റം? CGS ആണ് സിസ്റ്റം. CGS ആണ് സിസ്റ്റം. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. ആവശ്യം വരും, ഒക്കെ നമുക്ക് ആവശ്യം വരും, ഓർത്തിരിക്കുക. ഇപ്പോൾ ടൈപ്പ് ഓഫ് വിസ്കോസിറ്റിയിൽ ഡൈനാമിക് വിസ്കോസിറ്റി ഉണ്ട്, കൈനമാറ്റിക് വിസ്കോസിറ്റി ഉണ്ട്. അതിൽ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അത് ആ ഇക്വേഷൻസ് കൃത്യമായി തന്നെ ഓർത്തിരിക്കുക. പ്രധാനമായിട്ടും പ്രൊപ്പോർഷൻ ടു du/dy കൃത്യമായി തന്നെ മനസ്സിലാക്കി വെച്ചോളൂ. ഓക്കെ ഓക്കെ. du/dy എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു യു അല്ലെ, വിത്ത് റെസ്പെക്ട് ടു y യു ക്യാൻ വേരി. വിത്ത് റെസ്പെക്ട് ടു y യു വേരി ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. വിത്ത് റെസ്പെക്ട് ടു y യു വേരി ചെയ്യുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ള ടേമാണ് കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്ന ടേം. കൈനമാറ്റിക് വിസ്കോസിറ്റി. ഓക്കെ. ഈ 1 പോയിസിനെ 0.1 kg/m² എന്ന് പറയാറുണ്ട്. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ കൺസെപ്റ്റ് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ ഓപ്ഷൻ അനുസരിച്ച് ആൻസർ ചെയ്യാം കേട്ടോ. ഈ കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്കോസിറ്റിയിൽ നമുക്ക് വിസ്കോസിറ്റി എന്ന് പറയാം, ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറയാം, അബ്സല്യൂട്ട് വിസ്കോസിറ്റി എന്ന് പറയാം. ഈ മൂന്നും പറയുന്ന ഒരാളെ കുറിച്ചാണെന്ന് ഓർത്തിരിക്കുക. വിസ്കോസിറ്റി എന്നോ ഡൈനാമിക് വിസ്കോസിറ്റി എന്നോ അബ്സല്യൂട്ട് വിസ്കോസിറ്റി എന്നോ പറയുന്നത് ആരെ തന്നെയാണ്? നമ്മുടെ സാധാരണ വിസ്കോസിറ്റിനെയാണ്. കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്ന സമയത്ത് എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൈനമാറ്റിക് വിസ്കോസിറ്റിയിൽ ഫോഴ്സിന്റെ കൺസിഡറേഷൻ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ? സോറി, ഫോഴ്സ് കൺസിഡറേഷൻ ചെയ്യുന്നില്ല. അപ്പൊ അത് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് അല്ലെ. ന്യൂട്ടൺ മീറ്റർ പാസ്കൽ സെക്കൻഡ്, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ സെക്കൻഡ് എന്ന രീതിയിലാണ് ഡൈനാമിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് വരുന്നത്. അപ്പൊ അതിൽ എന്തുണ്ട്? ന്യൂട്ടൺ ഉണ്ട്. ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. അപ്പൊ ഫോഴ്സ് കൺസിഡർ ചെയ്യുന്നത് എവിടെയായിരിക്കും? ഡൈനാമിക് വിസ്കോസിറ്റിയിലായിരിക്കും. കൈനമാറ്റിക്കിൽ നമ്മൾ ഫോഴ്സ് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ അവിടെ എന്താണ്? വിസ്കോസിറ്റിയും നോർമൽ വിസ്കോസിറ്റിയും അതുപോലെ തന്നെ അതിന്റെ ഡെൻസിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ് കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഒരുപാട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിനാണ് നമ്മൾ സാധാരണഗതിയിൽ എന്ത് യൂസ് ചെയ്യാറുള്ളത്? നമ്മൾ ഈ പറയുന്ന കൈനമാറ്റിക് വിസ്കോസിറ്റി യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, കൈനമാറ്റിക് വിസ്കോസിറ്റി എവിടെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അതായത് നമ്മളൊരു അനാലിസിസ് പർപ്പസിലൊക്കെ പോകുമ്പോഴാണ് അത് കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? കൈനമാറ്റിക് വിസ്കോസിറ്റി, ഈ റെയ്നോൾഡ്സ് നമ്പർ കാൽക്കുലേഷൻ, അതുപോലെ തന്നെ ഫ്ലോയുടെ ക്ലാസിഫിക്കേഷൻ, ലൂബ്രിക്കേഷൻ അനാലിസിസ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു അനാലിസിസിന് കൂടുതലായിട്ട് നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി ടു ഡെൻസിറ്റി, ഇതാണ് കൂടുതലായിട്ട് ചോദിക്കാറുള്ളൂ. mu is equal to mu by rho. ഒന്ന് ഇത് ചോദിക്കും. രണ്ടാമത് ചോദിക്കുന്നത് ഇതിന്റെ യൂണിറ്റ് എന്താണ് എന്നുള്ളതാണ്. അപ്പൊ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ച് ഡിഫിക്കൽറ്റി ഒന്നുമില്ല. കാരണം നമുക്കറിയാം mu എന്ന് പറഞ്ഞാൽ എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ വാട്ടവർ എന്നും ആവാം അല്ലെ. എന്തായാലും മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആയിട്ട് എഴുതാം. മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. വെരി ഇമ്പോർട്ടൻറ്റ്. മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഓക്കെ ആണല്ലോ? ഇനി ഇതിനെ നമ്മൾ നമ്മുടെ CGS-ലേക്ക് മാറ്റി കഴിഞ്ഞാൽ, CGS-ലേക്ക് മാറ്റി എന്ന് വിചാരിക്കുക. അപ്പൊ ഈ മീറ്റർ സ്ക്വയർ എന്തിലേക്ക് മാറ്റിയാൽ മതി? സെന്റിമീറ്റർ സ്ക്വയർ ആക്കുക. പിന്നെ സെക്കൻഡ് അതുപോലെ തന്നെ നിന്നോട്ടെ, ദാറ്റ് ഈസ് സെക്. ഇത് അറിയപ്പെടുന്ന പേരെന്തറിയോ? സെന്റിമീറ്റർ സ്ക്വയർ സെക്കൻഡ് അറിയപ്പെടുന്ന പേരെന്താ അറിയോ? സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് അറിയപ്പെടുന്ന പേര് ആർക്കെങ്കിലും പറയാൻ പറ്റുവാണെങ്കിൽ പറഞ്ഞോ. സ്റ്റോക്ക്. കൃത്യമായി തന്നെ ഓർത്തിരിക്കുക കേട്ടോ. സ്റ്റോക്ക് എന്താണെന്നും കൂടെ ഓർത്തിരിക്കുക. അപ്പൊ mu by rho SI യൂണിറ്റ് മീറ്റർ സ്ക്വയർ സെക്കൻഡ് ആണ്. ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് 10⁻⁻⁴ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആയിരിക്കും. കാരണം ജസ്റ്റ് മീറ്റർ സ്ക്വയർ അല്ലേ, അപ്പം 100 × 100, അപ്പം 4 0 വരും. 10⁻⁴ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഇതിന്റെ കൂടെ തന്നെ നമ്മൾ നോൺ ന്യൂട്ടോണിയം ഫ്ലൂയിഡ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇത് സാധാരണ ഡിപ്ലോമ ലെവൽ എക്സാമിനേഷൻ അങ്ങനെ ചോദിക്കാറില്ല. പക്ഷേ ഈ JEE ജൂനിയർ എഞ്ചിൻ എക്സാമിനേഷനിൽ ചിലപ്പോഴൊക്കെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ബേസിക്കൽ രീതിയിൽ വരാം. നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്
ഒരു സ്ലൈഡ് ഇട്ടുണ്ട്. ഇതാണ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. ഇതായിരുന്നല്ലോ ന്യൂട്ടോണിയൻ. ന്യൂട്ടോണിയൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഫോളോ എ പെർഫെക്റ്റ് റേഷ്യോ, ഒരു പെർഫെക്റ്റ് സ്ലോപ്പ് ഇവിടെ ഉണ്ടാവും. ഈ സ്ലോപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കുറേ ഫ്ലൂയിഡ്സ് ഉണ്ട്. ബിങ്കം, സ്യൂഡോപ്ലാസ്റ്റിക്, ഡൈലാറ്റൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഫ്ലൂയിഡ്സ് ഉണ്ട്. ഓക്കെ, എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. കേട്ടിട്ടുണ്ടോ അത്? നോൺ ന്യൂട്ടോണിയൻ. അതായത് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് പ്രൊപ്പോർഷൻ ടു സ്ട്രെയിൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ അതാണ് ന്യൂട്ടൺസ് ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യുന്നതിനെ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയാം. ഇത് ഒബേ ചെയ്യാണ്ട് കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, കാരണം ഒരു മോളിക്കുലർ സ്ട്രക്ചർ കൊണ്ടോ അല്ലെങ്കിൽ സസ്പെൻഡർ പാർട്ടിക്കിൾ അതിലുള്ളത് കൊണ്ടോ ഒരു ടൈം ഡിപ്പെൻഡന്റ് ബിഹേവിയർ ആയതുകൊണ്ടൊക്കെ പല ഫ്ലൂയിഡ്സ് എന്തല്ല, ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് അല്ല. അതിലൊന്നാണ് സ്യൂഡോപ്ലാസ്റ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. സ്യൂഡോപ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടോ, ഇതാണ് സ്യൂഡോപ്ലാസ്റ്റിക് ഫ്ലൂയിഡ്. സ്യൂഡോപ്ലാസ്റ്റിക് ഫ്ലൂയിഡ് ഇതിനെ നമുക്ക് ഷിയർ തിന്നിങ് അല്ലെങ്കിൽ ഷിയർ തിന്നനിങ് എന്നൊക്കെ പറയാം. ഷിയർ തിന്നനിങ്, അതായത് ഷിയർ സ്ട്രെസ് കൊടുക്കുന്നതിനനുസരിച്ച് തിന്നായി വരും. ലൈക്ക് ബ്ലഡ്, പെയിന്റ്, കെച്ചപ്പ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? സ്യൂഡോപ്ലാസ്റ്റിക് ഫ്ലൂയിഡ്സിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി ഷിയർ തിക്കനിങ് ഉണ്ട്. ഷിയർ തിക്കനിങ് അതായത് ഷിയർ റേറ്റ് കൂട്ടുന്നതിനനുസരിച്ച്, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് കൂട്ടുന്നതിനനുസരിച്ച് ഇതെന്താവും? തിക്കനിങ് ആവും. ഡൈലാറ്റന്റ് എന്ന് പറയും. ഡൈലാറ്റന്റ്, ഇതിനാണ് ഡൈലാറ്റന്റ് ഫ്ലൂയിഡ് എന്ന് പറയാം. ഷിയർ തിക്കനിങ്. ഓക്കെ, തിക്കൻ ആയിക്കൊണ്ടിരിക്കും. ലൈക്ക് നമ്മളിപ്പം വെറ്റ് സാൻഡിൽ നമ്മളിങ്ങനെ ഇത് കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു പേസ്റ്റി രൂപത്തിലേക്ക് വരില്ല, കുറച്ചുകൂടെ കുഴമ്പ് രൂപത്തിലേക്ക് വരും. അതാണ് തിക്കൻ ചെയ്യാന്ന് പറയുന്നത്. പിന്നെ ഈ കോൺസ്റ്റാർച്ച് ഒക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണ്. കോൺസ്റ്റാർച്ചും വാട്ടറും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തുടക്കത്തിലുള്ള രീതി മാറി പിന്നെ ഈ ഒരു ഭയങ്കര പേസ്റ്റി സ്ട്രക്ചറിലേക്ക് വരും. വിസ്കോസിറ്റി കൂടി വരുന്ന ഒരു മെത്തേഡ്. ഓക്കെ, അതാണ് സ്യൂഡോപ്ലാസ്റ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇതാണ് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നത്, ബിങ്കം പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്. അതായത് ഇത് എന്താണ്? ഇങ്ങനെ ഇവിടെ സോളിഡ് ആണ് അല്ലെ, ഇത് ലിക്വിഡ് അല്ല, ഒരു സോളിഡ് സ്റ്റേറ്റ് ആയിരിക്കും നിൽക്കുക. വെനെവർ ഇതൊരു പർട്ടിക്കുലർ പ്രഷർ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ സ്റ്റാർട്ട് ഫ്ലോയിങ്. എക്സാമ്പിൾസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പറഞ്ഞോ. എല്ലാവർക്കും നിങ്ങൾക്ക് ഇതിന്റെ എക്സാമ്പിൾസ് അറിയാം. എല്ലാവർക്കും ഇതിന്റെ എക്സാമ്പിൾ അറിയാം, പറഞ്ഞോളൂ. ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് കയറി വന്നിട്ടുണ്ട്. എനിബഡി? അതായത് ഇതൊരു ഫ്ലൂയിഡ് ആണ്, ബട്ട് ഇത് ഇങ്ങനെ നിൽക്കുന്നു. നമ്മൾ ഒരു പർട്ടിക്കുലർ പ്രഷർ കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇറ്റ് വിൽ സ്റ്റാർട്ട് ഫ്ലോയിങ്. എല്ലാ ദിവസവും രാവിലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ബിങ്കം പേസ്റ്റ്, ടൂത്ത് പേസ്റ്റ്. ഓക്കെ, ക്ലിയർ? അതായത് ടൂത്ത് പേസ്റ്റിൽ ഈ സാധനം എന്താണ് നിൽക്കുന്നത്? ഇത് ഫ്ലൂയിഡ് ആണ് അല്ലേ? ഫ്ലൂയിഡ് ആണ് സംഭവം. ടൂത്ത് പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് ആണ്. പക്ഷേ ഇത് അതിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പ്രഷർ, ഒരു പർട്ടിക്കുലർ പ്രഷർ കഴിഞ്ഞാൽ മാത്രമാണ് ഇറ്റ് വിൽ സ്റ്റാർട്ട് ഫ്ലോയിങ്. ക്ലിയർ ആണല്ലോ? ഇസ് ഇറ്റ് ക്ലിയർ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത് മേ ബി ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കയറി വന്നേക്കാം. ടൂത്ത് പേസ്റ്റ് ഈസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് ബിങ്കം ഫ്ലൂയിഡ്. ഓക്കെ, ക്ലിയർ? പിന്നെ വേറെയും കുറെ ടൈപ്പ് ഉണ്ട്. ഈ തിക്സോട്രോപ്പിക് എന്നൊക്കെ പറഞ്ഞ കുറെ ടൈപ്പ് ഉണ്ട്. അതായത് ഈ വിത്ത് റെസ്പെക്ട് ടൈം മാറുന്ന ഈ ഇങ്ക്, ജെല്ല് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തിക്സോട്രോപ്പിക് എന്ന് പറയുന്നത്. ഇപ്പൊ ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ബ്ലഡ് എന്ന് പറഞ്ഞാൽ സ്യൂഡോപ്ലാസ്റ്റിക് ആണ്. ഇത് പിന്നെയും ഇക്വേഷനൊക്കെ വെച്ച് ഇങ്ങനെ പോകും, അതൊന്നും വേണ്ട. ബ്ലഡ് ഈസ് എ സ്യൂഡോപ്ലാസ്റ്റിക്, പേസ്റ്റ് ഈസ് എ ബിങ്കം പ്ലാസ്റ്റിക്. ഓക്കെ, ഇത് രണ്ടും ഓർത്തിരിക്കുക, നിർബന്ധമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതാണ് ഒരു ഡിപ്ലോമ എൻഡിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് എക്സാമ്പിൾസ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്. ഇത്ര ഓർത്തിരിക്കുക കേട്ടോ. നോട്ടാക്കി ഇട്ടിട്ടുണ്ട്, എക്സാമ്പിൾസ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് സർഫേസ് ടെൻഷൻ. എന്താണ് സർഫേസ് ടെൻഷൻ? സർഫേസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, വാട്ടറിന് കോഹസീവ് ഫോഴ്സ് ഉണ്ട്, റൈറ്റ്? കോഹസീവ് ഫോഴ്സ് ഉണ്ട്. ഈ കോഹസീവ് ഫോഴ്സ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഫിഗറിൽ കണ്ട ഇത് ഇങ്ങനെ നിന്നിട്ട് ഈ ആള് ഇതെല്ലാം ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും. അതായത് സെയിം മോളിക്യൂൾസ് അട്രാക്ട് ചെയ്ത് ഇങ്ങനെ കൂടി നിൽക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ കൂടി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരു ഇതിന്റെ നാച്ചുറൽ എന്തായിരിക്കും? എപ്പോഴും ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് പരമാവധി അട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസ് ആണ് അല്ലെ? ഇതിന് സ്ഫിയർ ആവാനാണ് എപ്പോഴും താല്പര്യം. ക്ലിയർ ആണല്ലോ? കോഹസീവ് നാച്ചുറൽ കൂടുതലുള്ള സാധനത്തിന് എപ്പോഴും എന്താവാനായിരിക്കും സാധ്യത?
അതിനടുത്ത് നിൽക്കണം. അപ്പൊ എപ്പോഴും സ്ഫിയർ ആവാൻ ശ്രമിക്കും. ക്ലിയർ? ഉരുണ്ട രൂപത്തിലേക്ക് ആവാൻ വേണ്ടി ശ്രമിക്കും. അതാണ് മെർക്കുറി നിലത്തിട്ട് അപ്പോൾ ഉരുണ്ട് പോകണേ. കാരണം ഏറ്റവും പോസിറ്റീവ് ഫോഴ്സ് ഏറ്റവും കൂടുതലുള്ള ഒരു ടൈപ്പ് ഓഫ് ലിക്വിഡാണ് മെർക്കുറി. അതുകൊണ്ടാണ് നിലത്ത് വീഴുമ്പോഴേക്കും ഇവരെ അട്രാക്ട് ചെയ്തേ പറ്റൂ. അപ്പൊ മഴത്തുള്ളികൾ ഇപ്പൊ ചേമ്പിന്റെ ഇലയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ പോസിറ്റീവ് ഫോഴ്സ് കാരണം വെറ്റ് സർഫേസ് അല്ലാത്തത് കൊണ്ട് ഇവൻ ഉരുണ്ട രീതിയിലിരിക്കും. ക്ലിയർ ആണോ? എല്ലാവരും നമ്മൾ കാണുന്ന കാര്യമാണ്, നമുക്ക് അറിയുന്ന എക്സാമ്പിൾസ് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇതിന്റെ മുകളിൽ നമ്മൾ ഒരു സർഫേസ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഒരു സർഫേസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ് ഇങ്ങനെ അട്രാക്ട് ചെയ്യുന്നത്? അപ്പൊ ഈ മുകളിലുള്ള ലെയറിന് മുകളിലുള്ള ആളെ അട്രാക്ട് ചെയ്യാനില്ല. അപ്പൊ ഇവൻ എന്ത് ചെയ്യും? താഴേക്ക് ഒരു ഇലാസ്റ്റിക് മെമ്പറൻസ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇവന് താഴോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഒരു ലൈൻ ഫോഴ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു ഫോഴ്സ് ഒരു ലെങ്ത്തിന് അക്രോസ് ആയിട്ട് ഇതാവുന്നു. അതാണ് നമ്മുടെ സർഫേസ് ടെൻഷൻ. അതുകൊണ്ടാണ് സിഗ്മ ഇസ് ഈക്വൽ ടു എഫ് ബൈ എൽ എന്ന് പറയുന്നത്. അപ്പൊ എഫിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്, എല്ലിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. ഓർത്തിരുന്നോ, സർഫേസ് ടെൻഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എത്ര തവണ BSc ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, അത്രയും തവണ ഇത് റിപ്പീറ്റ് ആയി ചോദിച്ചിട്ടുണ്ട്. മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്ലിയർ? അപ്പോൾ യൂണിറ്റ് ക്ലിയർ ആണോ? ന്യൂട്ടൺ പെർ മീറ്റർ. അങ്ങനെ ഞാൻ ഒരു ചാലഞ്ച് തരികയാണ്. ഈ ന്യൂട്ടൺ പെർ മീറ്ററിനെ ഡയമെൻഷൻ അനാലിസിലേക്ക് മാറ്റി കഴിഞ്ഞാൽ, അതായത് MLT എന്ന് പറയുന്ന ഫോമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടുത്തെ ആൻസർ? ഡയമെൻഷൻ അനാലിസിസ് ഓഫ് സർഫേസ് ടെൻഷൻ എന്ത് വരും? അത് കൃത്യമായി തന്നെ മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ F/L, ഇപ്പൊ ന്യൂട്ടൺ പെർ മീറ്റർ ഒന്നുമില്ല അല്ലെ. അപ്പൊ ന്യൂട്ടണെ നമുക്ക് മാറ്റി എടുക്കാം. പിന്നെ നമുക്ക് MT ഇൻവേഴ്സ്, വേറെ ഒന്നുമില്ല. നിങ്ങളത് എന്ത് ചെയ്യുക, ഒന്ന് ഡെറിവ് ചെയ്ത് നോക്കിയോ. ഓക്കെ, ക്ലിയർ? ഇത് നോട്ട് ചെയ്ത് വെച്ചോളാം കേട്ടോ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. പിന്നെ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, സർഫേസ് ടെൻഷൻ എന്ന് പറയുന്നത് കോമ്പസീവ് ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന സംഭവമാണ്. അപ്പൊ അതിന്റെ പ്രൈം കൺസേൺ എന്നാണ്, സർഫേസ് ടെൻഷന്റെ പ്രൈം കൺസേൺ എന്ന് പറയുന്നത് എന്താണ്? കോസീവ് ഫോഴ്സ് ആണ്. കൃത്യമായി തന്നെ ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഈ കോസീവ് ഫോഴ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സർഫേസ് ടെൻഷനുമായി ബന്ധപ്പെട്ട് ഒരു 3 പോയിന്റ്സ് നമുക്ക് അഡീഷണൽ ആയിട്ട് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് അത് ക്വസ്റ്റ്യൻ ആയിട്ട് കയറി വരാറുണ്ട്. ഒന്ന് ഒരു വാട്ടർ പ്രഷർ, ഒരു ലിക്വിഡ് ഡ്രോപ്പ് എടുത്തു വിചാരിക്കാം. സപ്പോസ് വി കൺസിഡർ എ ലിക്വിഡ് ഡ്രോപ്പ്. ഡെറിവേഷൻ വേണ്ട. ഇപ്പൊ ഇങ്ങോട്ടേക്ക് ഒരു പ്രഷർ ആക്ട്, ഇങ്ങോട്ടേക്ക് പ്രഷർ. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്? ഇപ്പൊ ഡെൽറ്റ പി അല്ലെങ്കിൽ പ്രഷർ ഡിഫറൻസ് ആയിട്ടാണ് ശരിക്കും നമ്മൾ പറയാ 4 σ/d ആയിരിക്കും. ഓക്കെ, ഒന്ന് ഇതെന്താണ്? ലിക്വിഡ് ഡ്രോപ്ലെറ്റ് ആണ് കേട്ടോ. ഓക്കെ, നമ്മുടെ റെഫറൻസ് സെക്ഷനിൽ ഇതിന്റെ ഡെറിവേഷൻ കിടക്കുന്നുണ്ട്, പക്ഷെ അത് ആവശ്യമായി വരാറില്ല. നമുക്ക് ആ ഡെറിവേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ഒന്നും വരാറില്ല. അപ്പൊ ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക, 4 σ/d. ഓക്കെ, ആക്ച്വലി ഇത് നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്ത് ഇവിടുത്തെ ഫോഴ്സ് എടുത്ത് നമ്മൾ അങ്ങനെയാണ് ചെയ്യാം. ഓക്കെ, FP = FS എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ ഡെറിവേഷൻ ചെയ്യുക. ലീവ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ലിക്വിഡ് ഡ്രോപ്ലെറ്റിന്റെ 4 σ/d ആണ്. അതുപോലെ തന്നെ വരുന്ന ഒന്നാണ് സോപ്പ് ബബിൾ. സോപ്പ് ബബിൾ എന്ന് പറയുന്നത് ഇതിന്റെ ഇരട്ടി പ്രഷർ നോക്കിയിരിക്കുക, 8 σ/d. മൂന്നാമത്തെ കേസാണ് നമ്മുടെ ലിക്വിഡ് ജെറ്റ്, 2 σ/d. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രഷർ എവിടെ ഉണ്ടാവുക? ഏറ്റവും കൂടുതൽ പ്രഷർ സോപ്പ് ബബിളിനുള്ളിലായിരിക്കും ഉണ്ടാവുക കേട്ടോ. അതായത് ഇതൊരു പ്രഷർ ഡിഫറൻസ് ആണ്. മറ്റത് വെള്ളത്തിനുള്ളിൽ തന്നെ ആവണാല്, ഇപ്പൊ ലിക്വിഡ് ബബിൾ എന്ന് പറയുന്നത് വിത്തിൻ എന്താ പറയുക, വെള്ളത്തിനുള്ളിൽ തന്നെയാണെങ്കിൽ വലിയ പ്രഷർ ആക്ട് ചെയ്യുന്നതായിട്ട് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അത് കൃത്യമായി തന്നെ ഇത്രയും കാര്യം കൃത്യമായി തന്നെ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് വെരി 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 ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്, ദാറ്റ് ഈസ് ക്യാപിലാരിറ്റി. എന്താണ് ക്യാപിലാരിറ്റി? ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്ത് എന്താണ് ക്യാപിലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കമന്റ് ചെയ്തോ, ധൈര്യമായിട്ട് കമന്റ് ചെയ്തോ. ക്യാപിലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ മനസ്സിലുള്ളത് എന്താണ്? ക്യാപിലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മനസ്സിലുള്ളത്? ക്യാപിലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ചിത്രം എന്താണ്? ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ക്യാപിലാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന്? വാട്ട് ഈസ് ക്യാപിലാരിറ്റി? എനിബഡി? അൽതാഫ്, ആസിഫ്, ഗിരീഷ്, വിഷ്ണു, ബാലു, ഹരിഗോവിന്ദ്, ജിജു, അരുൺ, അനന്തു, അൽതാഫ്. ആർക്ക്? സ്മോൾ പോർസ്
ലൂടെ ലിക്വിഡ് റൈസ്. ഓക്കെ, ഗുഡ് ഗുഡ്. ഓക്കെ, ലിക്വിഡ് റൈസ്. ബാലു, അതാണ് പോയിന്റ്. That's the point. Liquid rise or fall. Liquid rise or fall. Okay, അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. റൈസ് ഓർ fall. ഓക്കെ, കാപ്പിലാരിറ്റിയുടെ ഒരു പ്രൈം ആയിട്ടുള്ള ഡെഫിനിഷൻ പറയുന്നത് അത് തന്നെയാണ്. അതായത് കാപ്പിലാരി എന്ന് പറയുന്നത് റൈസ് ഓർ ഫാൾ ഓഫ് എ ലിക്വിഡ് വെൻ എ സ്മോൾ ഡയാറ്റൂബ് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ. ഓക്കെ, ഒരു ചെറിയ ഡയമീറ്റർ ട്യൂബ്, സാധാരണ 10 mm താഴെയൊക്കെയാണ് കൂടുതൽ ഓപ്റ്റായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഒരു ലിക്വിഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് റൈസ് ആവുന്നതും ഫാൾ ആവുന്നതും ഡ്യൂ ടു കാപ്പിലാരിറ്റി ആണ്. ഐ വിൽ എക്സ്പ്ലെയിൻ. അപ്പൊ അതാണ് അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മൾ ഒരു 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 സർഫേസിൽ ഇതൊരു വെറ്റ് സർഫേസ് ആണെന്ന് വിചാരിക്കാം. വെറ്റ് സർഫേസ്, ഇതിലേക്ക് ഞാനൊരു ലിക്വിഡ് ഒഴിച്ചു, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു. അത് ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ. ഇപ്പം ഇവിടെ ഈ ഒരു ആംഗിൾ തീറ്റ, ആ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിക്ക് താഴെ ആയിരിക്കും. ഓക്കെ, ഈ തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി താഴെ ആയിരിക്കും. ഇതിന് നമുക്ക് 90 ഡിഗ്രി താഴെ നമുക്ക് അക്യൂട്ട് ആംഗിൾ എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മളിതൊരു നോൺ വെറ്റിംഗ് സർഫേസിൽ ഇട്ടെന്ന് വിചാരിക്കാം. പെട്ടെന്ന് വെറ്റാവാത്ത ചേമ്പിൻ്റെ ഇലയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലൈക്ക് എ ഗ്ലോബ്, അല്ലേ? ക്ലിയർ. ഇപ്പം ഇവിടുത്തെ നമ്മൾ ഈ ഒരു ആംഗിൾ വരച്ചു കഴിഞ്ഞാൽ ദിസ് വിൽ ബി മോർ ദാൻ 90 ഡിഗ്രി. ദാറ്റ് മീൻസ് ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഷേപ്പിൽ വന്നത്? ഇവിടെ എന്താണ് ഈ ഷേപ്പിൽ വന്നത്? ഇവിടെ ഇതൊരു സർഫേസ് ആണ്. ദിസ് എ വെറ്റ് സർഫേസ്. ഈ വെറ്റ് സർഫേസും ഈ ഡ്രോപ്പും തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ട്. വെറ്റ് സർഫേസും ഈ ഡ്രോപ്പിനും തമ്മിൽ അട്രാക്ഷൻ ഉണ്ട്. ഈ അട്രാക്ഷൻ എന്താണ്? ആക്ച്വലി അഡ്ഹെഷൻ അല്ലേ? ദിസ് ഈസ് അഡ്ഹെഷൻ, റൈറ്റ്? ക്ലിയർ? അഡ്ഹെഷൻ. അപ്പൊ ഇവിടെ അഡ്ഹെഷൻ വളരെ കൂടുതലാവുമ്പോൾ എന്ത് ചെയ്യും? ഇത് തമ്മിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ കോഹഷൻ ആണ്. ഇവര് തമ്മിൽ ഇതൊരു നോൺ വെറ്റിംഗ് സർഫേസ് ആയതുകൊണ്ട് വെള്ളം അതിൽ പറ്റി പിടിച്ചിരിക്കില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇവിടുത്തെ കോഹഷൻ ഫോഴ്സ് അഡ്ഹെഷൻ ഫോഴ്സിനെക്കാട്ടും കൂടുതലായതുകൊണ്ട് ഇറ്റ്സ് ആക്ട് ലൈക്ക് എ സ്ഫിയർ, അല്ലെങ്കിൽ ഉരുണ്ട ഇതിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഈ ആംഗിൾ ഓഫ് കോണ്ടാക്ട് 90 ഡിഗ്രിക്ക് മുകളിലേക്ക് പോകും. ഓക്കെ, ഇതാണ് ഒരു പ്രൈം, ഇതിന്റെ ഒരു ബേസിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്തായിരുന്നു? അഡ്ഹെഷൻ ആയിരുന്നു കൂടുതൽ, ഇവിടെ നമ്മുടെ കോഹഷൻ ആയിരുന്നു കൂടുതൽ. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ലിക്വിഡ്, ഇപ്പൊ നമ്മൾ വാട്ടർ എടുത്തു, വാട്ടർ ഇതിലുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു ബീക്കറിലേക്ക് ഒരു ചെറിയ പൈപ്പ് വെച്ചു. ഈ പൈപ്പ് വെച്ചിട്ട് ഇവിടെ വാട്ടറാണ്. ഈ വാട്ടർ ഇതൊരു ഗ്ലാസ് ട്യൂബ് ആണെന്ന് വിചാരിക്കുക. ഈ ഗ്ലാസ് ട്യൂബുമായിട്ട് എന്ത് ചെയ്യുന്നു? അട്രാക്ട് ചെയ്യുന്നു. ഇത് തമ്മിൽ അട്രാക്ട് ചെയ്യുന്നു. ഈ കോഹഷൻ ഫോഴ്സിനെക്കാട്ടും കൂടുതലായിട്ട് ഈ ഗ്ലാസ് ട്യൂബും ഈ ഗ്ലാസിന്റെ സർഫേസും ഈ മോളിക്യൂൾസും തമ്മിൽ അട്രാക്ട് ചെയ്യുന്നു. സോ ഇറ്റ് വിൽ ട്രൈ ടു റൈസ്. ഇപ്പൊ എങ്ങനെ വരും? ഇങ്ങനെ വരും. ഓക്കെ, ഇതാണ് കൂടുതൽ. ഇത് തമ്മിലുള്ള അഡ്ഹെഷൻ ആണ് കൂടുതൽ. ക്ലിയർ ആണല്ലോ? ഞാൻ പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് കിട്ടിയല്ലോ. അപ്പൊ അഡ്ഹെഷൻ മോർ ആവുമ്പോൾ, ഇഫ് അഡ്ഹെഷൻ ഈസ് മോർ, റൈസ്. ഓക്കെ, ഇനി ഇതേ ബീക്കറിൽ ഞാൻ എന്ത് നിറയ്ക്കുകയാണ്? HG, മെർക്കുറി നിറയ്ക്കുകയാണ്. ഈ ഗ്ലാസ് ട്യൂബ് ഇവിടെ ഞാൻ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ HG എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ഹൈലി HGയുടെ ഈ പറയുന്ന കോഷൻ എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, പോസിറ്റീവ് ഫോഴ്സ് ഭയങ്കര കൂടുതലാണ് ഇൻ ദ കേസ് ഓഫ് മെർക്കുറി. അപ്പൊ ഇത് ഒരിക്കലും ഗ്ലാസിന്റെ മോളിക്യൂൾസുമായിട്ട് ഇത് അട്രാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കില്ല. അപ്പൊ ഇത് എന്ത് ശ്രമിക്കും? സ്വന്തം മോളിക്യൂളിനെ അടുത്ത് പിടിക്കാൻ വേണ്ടി ശ്രമിക്കും. കോഹഷൻ ഈസ് മോർ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവൻ ഇങ്ങോട്ട് പോകാൻ ശ്രമിക്കില്ല, ഇവൻ താഴോട്ട് വരാൻ ശ്രമിക്കും. സോ ഇറ്റ് വിൽ ലൈക്ക് ദിസ്. ഹിയർ ദ ഫാൾ. Both are capillary action. ഓർത്തിരിക്കുക, the rise or fall of a liquid. Okay, the rise or fall of a liquid when a small diameter tube is immersed in it, then it is known as capillarity. അപ്പോൾ ഇതിന്റെ H കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ലീവ് ദ ഡെറിവേഷൻ.
എന്താണ് എച്ച് ഈസ് ഈക്വൽ ടു 4 സിഗ്മ കോസ് തീറ്റ ബൈ ഒമേഗ ഡി ഡബ്ല്യു ഡി. ഓക്കെ, അപ്പോൾ ഇതെന്താ സ്പെസിഫൈറ്റ് ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു ജി. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ്. ഓക്കെ, അപ്പോൾ ചില ടെക്സ്റ്റ് ബുക്കിൽ റോ ഇൻറ്റു ജി ഇൻറ്റു ഡി എന്നായിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ് എച്ച് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ഡി ആണ്. ഡയമീറ്റർ കുറയുന്നതിനനുസരിച്ച് ക്യാപിറ്റൽ റൈസ് കൂടും. ഓക്കെ, ആൾസോ എന്തുകൊണ്ട് പ്രൊപ്പോർഷനിലാണ്? കോസ് തീറ്റയുമായിട്ട് പ്രൊപ്പോർഷനിലാണ്. കോസ് തീറ്റ എന്ന ഈ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആണ്. ഇവിടെ ഈ ആംഗിൾ അല്ല, ഈ ആംഗിൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഏകദേശം ഒരു 130-136 ഡിഗ്രി ഒക്കെയാണ് ഇവിടെ ഈ മെർക്കുറിന്റെ കേസിൽ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത്. നോർമലി ആ ഒരു ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഇക്വേഷൻ പഠിക്കുക. ഇവിടെ നിന്ന് സാധാരണ എച്ചും ഇത് തമ്മിലുള്ള റിലേഷൻ ആണ് സാധാരണ ഇരിക്കുള്ളൂ. ഈ സിഗ്മ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സിഗ്മ എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി സർഫേസ് ടെൻഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എച്ചും സർഫേസ് ടെൻഷൻ ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ്. എച്ചും ഡയമീറ്ററും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഡയമീറ്റർ കുറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ റൈസ് കൂടും. ഓക്കെ, അപ്പോൾ കോസ് തീറ്റ ആയിട്ട് ഇത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ആ ഒരു ഇത് മാത്രം കൃത്യമായി തന്നെ ഓർത്തിരിക്കുക. എച്ച് ഇസ് ഈക്വൽ ടു 4 സിഗ്മ കോസ് തീറ്റ ബൈ ഡബ്ല്യു ഡി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഓക്കെ, ഒരു കാരണവശാലും നമ്മൾ മറന്നു പോകരുത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? ഈ ഒരു ടേബിൾ പഠിക്കുക. അപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രധാനം പഠിക്കുക? ഡൈനാമിക് വിസ്കോസിറ്റി സിമ്പിൾ മ്യൂ ആണ്. പാസ്കൽ സെക്കൻഡ് ഇസ് എ യൂണിറ്റ്. കൈനമാറ്റിക് വിസ്കോസിറ്റി മ്യൂ. മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. സർഫേസ് ടെൻഷൻ സിഗ്മ. ന്യൂട്ടൺ പെർ മീറ്റർ. ക്യാപിറ്റൽ റൈസ് എച്ച് മീറ്ററിലായിരിക്കും യൂണിറ്റ്. 4 സിഗ്മ കോസ് തീറ്റ ബൈ ഡബ്ല്യു ഡി. ഓക്കെ, അപ്പോൾ ടോ പ്രൊപ്പോർഷൻ ടു മ്യൂ ഇൻറ്റു du by dy. du by dy is equal to d theta by dt. ഇതൊക്കെ കൃത്യമായി തന്നെ മനസ്സിലാക്കി വെക്കുക. ഷട്ടപ്പുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് അതിന്റെ റിവിഷൻ പോയിന്റ്സ് ഒക്കെ തന്നെ വരണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? പിന്നെ നമുക്ക് സി ജി എസിൽ ഡൈൻ പെർ സെന്റിമീറ്റർ എന്ന് കൂടെ പറയാറുണ്ട്. ന്യൂട്ടൺ പെർ മീറ്റർ സർഫേസ് ടെൻഷനിൽ പറയുമ്പോൾ ന്യൂട്ടൺ ഡൈൻ പെർ സെന്റിമീറ്റർ എന്ന രീതിയിലും കൂടെ പറയാറുണ്ട് കേട്ടോ. ഡൈൻ പെർ സെന്റിമീറ്റർ എന്ന് പറയാറുണ്ട്. പിന്നെ അപ്പോൾ ക്യാപിലറി ആക്ഷൻ എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, അഡ്ഹഷൻ്റെയും കൊഹഷൻ്റെയും അല്ലെങ്കിൽ അത് ഒക്കെ എന്താണ് എഫക്റ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കി വെക്കണം. പിന്നെ കുറേ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് ഈ ഫൗണ്ടൻ പെനിൻ്റെ ആപ്ലിക്കേഷൻസിൽ അങ്ങനെ എന്താ പറയുക, സോ ഇമോഷണൽ മൂവ്മെന്റ്, ഒരുപാട് പ്രാക്ടിക്കൽ എക്സാമ്പിൾസിൽ നമ്മൾ ഈ പറയുന്ന കൺസെപ്റ്റ് എല്ലാം തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ക്വിക്ക് റിവിഷൻ ആയിട്ട് ഓർത്തിരിക്കുക. വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോനെ റെസിസ്റ്റ് ചെയ്യുന്നു. ടോ ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ. റേറ്റ് ഓഫ് ഡിഫോർമേഷൻ ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഗ്രേഡിയന്റ്. ന്യൂ ഇസ് ഈക്വൽ ടു മ്യൂ ബൈ റോ. ന്യൂ എന്നാണ് പറയുക കേട്ടോ. മറ്റേ കൈനമാറ്റിക് വിസ്കസിന്റെ മ്യൂ ബൈ റോ, അതായത് അബ്സല്യൂട്ട് വിസ്കോസിറ്റി അല്ലെങ്കിൽ ഡൈനാമിക് വിസ്കോസിറ്റി ടു ദ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ആണ് എന്ന് പറയുന്നത്. കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. സർഫേസ് ടെൻഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ക്യാപിലറി റൈസ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ഡയമീറ്റർ ആണ്. ഓക്കെ, ക്ലിയർ ആണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് പോവാം. The viscosity of liquid is mainly due to, പെട്ടെന്ന് ആൻസർ ചെയ്തോ കേട്ടോ. Question number 1. The viscosity of liquid is mainly due to. Next question. Which correctly represent Newton's law of viscosity? Tau proportional to du by dx, tau proportional to du by dy, tau proportional to dy by du, tau proportional to mu into y. Question number 2 എന്നിട്ട് ആൻസർ ചെയ്തോ. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമുണ്ടോ? ബി. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഷീറ്റ്സ് ആൻഡ് പ്രൊപ്പോർഷൻ വെലോസിറ്റി ഗ്രേഡിയന്റ് ഓർത്തിരിക്കുക കേട്ടോ. SI യൂണിറ്റ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റീസ്. SI യൂണിറ്റ് ഓഫ്, അപ്പോൾ ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കണം, SI ആണ് ചോദിച്ചുള്ളൂ. SI യൂണിറ്റ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി. ന്യൂട്ടൺ പെർ മീറ്റർ, ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ, മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഏതാണ്? ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ പാസ്കൽ സെക്കൻഡോട് പറയാം. ഫോർ എ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്, tau is du by dy is graph is parabolic, hyperbolic, straight line through origin, exponential. Rate of deformation is defined as du dot dy, dy by du, du by dy, mu by rho. Du by dy. Next. Mu by rho gives absolute viscosity, surface tension, kinematic viscosity, specific weight. Kinematic viscosity.
വിച്ച് ഒബേസ് ന്യൂട്ടൺസ് ലോ? ടൂത്ത്പേസ്റ്റ്, പെയിന്റ്, ബ്ലഡ്, വാട്ടർ. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഫോളോ ചെയ്യുന്നത് ഇതിൽ ഏതാണ്? വാട്ടർ. Viscosity of liquid increase with the temperature is known as, viscosity of liquid increase with temperature. Yes, no, constant, random. ഏതാണ്? No, അല്ലേ? Liquid viscosity decrease with the temperature. Fluid needing yield stress is pseudoplastic, dilatant, Bingham plastic, Newtonian. Yield stress, അതായത് yield സ്ട്രെസ്സിന് ശേഷം മാത്രം ഫ്ലോ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ് അറിയപ്പെടുന്ന പേര് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ടൂത്ത് പേസ്റ്റിന് നോക്കുക, അതായിരിക്കും Bingham plastic. നെക്സ്റ്റ്, ബ്ലഡ് ഈസ് ന്യൂട്ടോണിയൻ, ഡൈലാറ്റൻ, സ്യൂഡോപ്ലാസ്റ്റിക്, ഐഡിയൽ. ഏതാണ് ബ്ലഡ് എന്ന് പറയുന്നത്? സ്യൂഡോപ്ലാസ്റ്റിക് ആണ്. ഓക്കെ, ഷിയർ തിന്നിങ് ആണ് കേട്ടോ. കോൺസ്റ്റാർച്ച് പ്ലസ് വാട്ടർ ഈസ് സ്യൂഡോപ്ലാസ്റ്റിക്, ഡൈലാറ്റൻ, ബിംഗം പ്ലാസ്റ്റിക്, ന്യൂട്ടോണിയൻ. നമുക്ക് ന്യൂട്ടോണിനെ അറിയാം, ബിംഗത്തിന് നമുക്ക് പേസ്റ്റ് മാത്രമേ അറിയുള്ളൂ. സ്യൂഡോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ബ്ലഡ് തിന്നനിങ് ആണ്, അത് എന്താണ്? നമ്മുടെ ബ്ലഡ് ആണ്. അപ്പോൾ ഡൈലാറ്റൻ വിൽ ബി ദ റൈറ്റ് ആൻസർ. SI unit of kinematic viscosity is SI unit of kinematic viscosity meter per second, meter square per second, Newton second per meter square, kilogram per meter cube. ഏതായിരിക്കും? meter square per second. Surface tension is force by area, force by volume, force by length, energy by mass. Question number 13. F by L ആണ് അല്ലേ? ഫോഴ്സ് ബൈ ഏരിയ അല്ല, ഏരിയ വരില്ലല്ലോ, ന്യൂട്ടൺ പെർ മീറ്റർ അല്ലേ ഉള്ളൂ. അതൊരു ലൈൻ ഫിനോമിനൻ ആണ്. ഓക്കെ, നെക്സ്റ്റ്, സർഫേസ് ടെൻഷൻ ഡിക്രീസസ് വിത്ത് ഡെൻസിറ്റി, വിസ്കോസിറ്റി, ടെമ്പറേച്ചർ, പ്രഷർ. സർഫേസ് ടെൻഷൻ ഡിക്രീസസ് വിത്ത് കാരണം ടെമ്പറേച്ചർ കൂടുമ്പോൾ കൊഹഷൻ കുറയും, കൊഹഷൻ കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സർഫേസ് ടെൻഷൻ കുറയും. ഓക്കെ, റിലേറ്റഡ് വിത്ത് സർഫേസ് കൊഹഷൻ ആണ്. ഓക്കെ, ലിക്വിഡ് ഷോയിങ് കാപ്പിലറി ഡിപ്രഷൻ, വാട്ടർ, ആൽക്കഹോൾ, മെർക്കുറി, കറോസിൻ. ഒന്നുമില്ല, മെർക്കുറി. കാപ്പിലറി ഡിപ്രഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. കാപ്പിലറി റൈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ആൻസർ ചെയ്യാം. അതാണ് ഡയ. ഇവിടെ ഇതും കൂടെ നോക്കുക കേട്ടോ. സ്പെസിഫിക് വെയിറ്റ് WD അല്ലേ, അതും കൂടെ മനസ്സിലാക്കി വെക്കുക. ക്ലിയർ? ഡയ മാത്രമാണോ വരിക? H = 4 സിഗ്മ cos θ ഡിവൈഡഡ് ബൈ ഇൻറ്റു D. ഓക്കെ, സ്പെസിഫിക് വെയിറ്റ് റിലേറ്റ് വിത്ത് ഡെൻസിറ്റി അല്ലേ? ക്ലിയർ? ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് അല്ലേ? ബോത്ത് ബി ആൻഡ് സി ഇവിടെ ഡെൻസിറ്റി ആൻഡ് ഡയമീറ്റർ ഉണ്ട്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി, അതും ആൻസർ ആയിട്ട് വരാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? കോസ് ഓഫ് സർഫേസ് ടെൻഷൻ ഈസ് അഡ്ഹഷൻ, കൊഹഷൻ, ഗ്രാവിറ്റി, വിസ്കോസിറ്റി. അപ്പോൾ സർഫേസ് ടെൻഷന്റെ കോസ് എപ്പോഴും കൊഹഷൻ ആയിരിക്കും. നെക്സ്റ്റ്, മ്യൂ ഡിനോട്ട്സ് എന്തായിരിക്കും? മ്യൂ ഡൈനാമിക് വിസ്കോസിറ്റി. ഓർത്തിരിക്കുക, കൈനമാറ്റിക് ഒന്നും മാറിപ്പോയത്. ന്യൂട്ടൺസ് ലോ ഓഫ് വയലറ്റ് ഫ്ലോ, ടർബുലന്റ് ഫ്ലോ, ലാമിനാർ ഫ്ലോ, കംപ്രസിബിൾ ഫ്ലോ, അൺസ്റ്റേബിൾ ഫ്ലോ. നമുക്ക് ടൈപ്സ് ഓഫ് ഫ്ലോ വേറെ പഠിക്കാനുണ്ട്. ഇത് ജസ്റ്റ് ഓർത്തിരിക്കുക, ന്യൂട്ടൺസ് ഫ്ലോന്റെ അസംഷനിൽ വരുന്നതാണ് ഇറ്റ് ഷുഡ് ബി ലാമിനാർ. ഓക്കെ, ലാമിനാർ എന്ന് പറഞ്ഞാൽ ഒരേ ലൈനിൽ ഇങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് പോകുന്ന ലിക്വിഡ് ആയിരിക്കണം. CGS യൂണിറ്റ് ഓഫ് സർഫേസ് ടെൻഷൻ പോയിസ് 9/cm ന്യൂട്ടൺ പെർ മീറ്റർ സ്റ്റോക്ക്. സർഫേസ് ടെൻഷന്റെ CGS യൂണിറ്റ് ആണ് വെച്ചിരിക്കുന്നത്. ഏതാണ്? ന്യൂട്ടൺ പെർ മീറ്റർ ആണ് വരേണ്ടത്. ഇപ്പോൾ ഫോഴ്സിന്റെ യൂണിറ്റ് ഡൈൻ ആണ്, പെർ സെന്റിമീറ്റർ. ഓക്കെ, ക്ലിയർ? വിസ്കോസിറ്റി മീൻസ് റെസിസ്റ്റൻസ് ടു എന്താണ്? റിലേറ്റീവ് മോഷൻ. ഓർത്തിരിക്കുക കേട്ടോ, ലെയർ ബൈ ലെയർ ആയതുകൊണ്ടാണ് റിലേറ്റീവ് മോഷൻ ആൻസർ ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ്, കാപ്പിലേറ്റീവ് ആയിട്ട് ബന്ധമില്ലാത്തത് സർഫേസ് ടെൻഷൻ, ആംഗിൾ ഓഫ് കോൺടാക്ട്, ഡെൻസിറ്റി, വിസ്കോസിറ്റി.
ക്യാപിലാരിറ്റിയുമായിട്ട് ബന്ധമില്ലാത്ത ഇക്വേഷൻ എഴുതി ആൻസർ ചെയ്താൽ മതി. ഇക്വേഷൻ എഴുതി ആൻസർ ചെയ്യാം. ഇങ്ങനെയുള്ള ക്വസ്റ്റിനെ നിങ്ങൾ ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, h is equal to 4 sigma cos theta by WD. ഓക്കെ, അപ്പോൾ സർഫേസ് ടെൻഷൻ റിലേഷൻ ഉണ്ട്, ആംഗിൾ ഓഫ് കോണ്ടാക്ട് റിലേഷൻ ഉണ്ട്, ഡെൻസിറ്റി ഇവിടെ സ്പെസിഫൈ ഉണ്ട്, അപ്പോൾ ഇതുണ്ട്. വിസ്കോസിറ്റിയുടെ കേസ് ഇവിടെ എവിടെയും നമ്മൾ പറയുന്നില്ല. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമ്മളിന്ന് അത്യാവശ്യം കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് മുമ്പോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്ന ആ ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസും അതിൻ്റെ പ്രധാനപ്പെട്ട കൺസെപ്റ്റും ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻ ഏരിയയും നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസിൻ്റെ ഒറ്റ PDF ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തരും. അപ്പോൾ അത് ആപ്ലിക്കേഷനിൽ റീഡ് ഓൺലി ഫോർമാറ്റിൽ തൽക്കാലം അവൈലബിൾ ആയിരിക്കും. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ அந்த ക്ലാസ് ഇന്ന് വല്ല വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ക്ലാസ് ഡേറ്റ് ഞാൻ പറയാം. വേറെ ഡൗട്ട്സ് ഒന്നുമില്ല എന്ന് വിചാരിക്കാമല്ലോ അല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, മീൻസ് ക്ലാസ് നന്നായി കാണാം. ഇപ്പോൾ പകുതി മണിക്ക് ആരെങ്കിലും കയറി വന്നവരുണ്ടെങ്കിൽ നിർബന്ധമായി ഫസ്റ്റ് തൊട്ട് ക്ലാസ് കാണാം. അതിൻ്റെ ആ ഒരു സെൽഫ് പ്രിപ്പറേഷൻ നോട്ട് എഴുതിയെടുക്കുന്നത് വലിയ പ്രശ്നമല്ല. ഇപ്പോൾ മെക്കാനിക്കൽ സബ്ജക്ട്സ് ഒന്നും നമുക്ക് മറ്റതുപോലെ നോട്ടിൻ്റെ ആവശ്യം വരാത്ത സബ്ജക്റ്റ്. നമ്മൾ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ എഴുതി പോകാൻ ഏറ്റവും എളുപ്പം. അത് കണ്ടാൽ മതി, നിങ്ങൾക്കത് ക്ലിയർ ആയിരിക്കും. ഓക്കെ, ഈ മോഡിൽ തന്നെ മുമ്പോട്ട് പോയാൽ പോരെ? സ്പീഡപ്പ് ആക്കണോ? ഷട്ടപ്പടയാക്കണ്ടല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായി കാണാം. അതായിരിക്കും തൽക്കാലം ബൈ, ടേക്ക് കെയർ. ഇതിന്റെ ഒരു പ്രശ്നം എന്താ അറിയോ? ലൈവ് ക്ലാസ് ഇത് അടിപൊളിയായിരിക്കും, നമുക്ക് ഭയങ്കര സമയമൊന്നും പോലെ. ഇത് റെക്കോർഡ് കാണുമ്പോൾ 1 മണിക്കൂർ ക്ലാസ്, ആകെ ഒരു പ്രോപ്പർട്ടി, അപ്പൊ ബോറടിക്കും. അതാണ് എൻ്റെ ഒരു പ്രശ്നം. ഓക്കെ, സ്ക്വയർ നാച്ചുറൽ, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെയും ബൈ ബൈ, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ.